കേൾക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗിച്ച് നിരന്തരം നമുക്ക് വചന വ്യാഖ്യാനങ്ങളെ കുറിച്ച് ഉള്ള അറിവും സഭയെ കുറിച്ചുള്ള അറിവും നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഏത് വിഷയത്തെ കുറിച്ചുള്ള മഠത്തിലെ മദറിന് എന്നെ കരുതാൻ പറ്റത്തുള്ളൂ, എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് അൽഫോൻസാമിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ഈശോ മാത്രമാണെന്ന് അൽഫോൻസാമിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ആ സഹനത്തെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ വിശുദ്ധ അൽഫോൻസാമിക്ക് സാധിച്ചത്. എന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ രക്ഷകനായ കർത്താവ് എനിക്ക് തരുന്ന ഈ സഹനത്തെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് അൽഫോൻസാമിക്ക് പറയാൻ പറ്റിയതിന്റെ കാരണം അവരെന്റെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് അൽഫോൻസാമിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ്. നമുക്കിന്ന ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ 12 വർഷക്കാലമൊക്കെ വേദപാഠം പഠിച്ചിട്ടും നല്ല കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചിട്ടും ജീവിച്ചിട്ടും അവസാനം കടമതിലൂടെ ഇറങ്ങിപ്പോകുന്നതിന്റെ കാരണം ഈ ആത്മരക്ഷയെ കുറിച്ച് ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. അല്ലെ ജീവിതത്തെ കുറിച്ച് കർത്താവിനുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നതിൽ മടിയില്ലാത്ത ഒരു ജനതയായിട്ട് നമുക്കിന്ന് മാറാൻ സാധിക്കുന്നതിന്റെ കാരണം അതാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കും അവകാശപ്പെടാൻ